കരാട്ടെ എന്ന് പറയുന്നത് ശൂന്യമായ കൈ അല്ലെങ്കിൽ ആയുധമില്ലാതെ എന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും ആയുധമാക്കിക്കൊണ്ട് എതിരാളികളെ നേരെ പ്രയോഗിക്കുവാനുള്ള ഒരാളുടെ കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. വിരലുകൾ കൊണ്ട് ഒരു മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം ക്ഷതമേൽപ്പിക്കാം. കരാട്ടയെ സംബന്ധിച്ച് ബേസിക് പഞ്ചുകളാണ് കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൂക്ഷ്മതയോട് ശ്രദ്ധ നിങ്ങൾക്കറിയാം, കുട്ടികൾ രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈയുടെ രണ്ട് കൈകളുടെ വേഗത ഒരേപോലെ മുന്നോട്ടും പുറകോട്ടും പോവുകയും വളരെ വേഗത്തിൽ ചലിക്കുകയും ചെയ്യുമ്പോൾ ബ്രെയിനിന്റെ സിഗ്നൽ കപ്പാസിറ്റിയാണ് വർദ്ധിക്കുന്നത്. വളരെ വേഗം സിഗ്നലുകളെ ഉപയോഗിക്കാനുള്ള ബ്രെയിനിന്റെ കപ്പാസിറ്റികൾ കൂടിക്കൊണ്ട് നിരന്തരമായ പരിശീലനത്തിലൂടെ സൈഡ് കിക്ക് എന്ന് പറയും. പെട്ടെന്ന് ഒരേ സൈഡ് കിക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും സൈഡിലേക്കും ചെയ്യാനുള്ള കുട്ടികളുടെ കഴിവാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് ദിശയിൽ നിന്നാണ് എതിരാളികൾ വരുന്നെങ്കിലും വളരെ വേഗത്തിൽ അവരെ അറ്റാക്ക് ചെയ്യാനുള്ള കുട്ടികളുടെ കഴിവാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരാട്ടെ എന്ന് പറയുന്നത് ശൂന്യമായ കൈ അല്ലെങ്കിൽ ആയുധമില്ലാതെ എന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളെയും ആയുധമാക്കിക്കൊണ്ട് എതിരാളികളെ നേരെ പ്രയോഗിക്കുവാനുള്ള ഒരാളുടെ കഴിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. വിരലുകൾ കൊണ്ട് ഒരു മനുഷ്യ ശരീരത്തിൽ എത്രമാത്രം ക്ഷതമേൽപ്പിക്കാം എന്നതാണ് ബേസിക്കായ ലുക്കിറ്റയാണ് ഇപ്പോൾ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചോപ്പ് ശക്തമായ ഒരു എതിരാളിയുടെ നേരെ അതിശക്തമായി കൈകൊണ്ട് വെട്ടുമ്പോൾ നമ്മുടെ കൈ ഒരു ആയുധമായി അല്ലെ ഒരു വടിയോ വാളോ പോലെ ആയുധമായി ഉപയോഗിക്കാൻ സാധിക്കുന്നു. ഇത് എൽബോയാണ് കുട്ടികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശക്തമായ ഒരാളെ ക്യാച്ച് ചെയ്ത് അയാളുടെ ചെവി ഭാഗത്തൊക്കെ എൽബോ ചെയ്യുകയാണെങ്കിൽ മരണം വരെ സംഭവിക്കാം. റൗണ്ടോസ് കിക്കുകളാണ് ഇപ്പോൾ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിശക്തമായി എതിരാളികളുടെ മേലെ പരിക്കേൽപ്പിക്കുവാൻ കഴിയുന്ന ഒരു കിക്കാണ് റൗണ്ടോസ് കിക്ക് എന്ന് പറയുന്നത്. മനുഷ്യന്റെ ശരീരത്തിന് അല്ലെങ്കിൽ വേഗത വർദ്ധിക്കുമ്പോൾ അവൻ മാസ് കൂടുകയും അതിനാൽ വളരെ ശക്തമായി ശത്രുവിന്റെ മുന്നിൽ ശത്രുവിൽ ചെന്ന് പതിക്കുകയും ചെയ്യുന്നു. ആ തിയറി തന്നെയാണ് ഇതിനർത്ഥം ഉപയോഗിക്കുന്നത്. കൈകൾക്കും കാലുകൾക്കും ഉണ്ടാകുന്ന വളരെയേറെയുള്ള വേഗത കൊണ്ട് വളരെ ശക്തമായി എതിരാളികളെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നു. ബേസിക് ബ്ലോക്കുകളും പഞ്ചുകളുമാണ് കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ വേഗം നമുക്ക് നേരെ വരുന്ന അറ്റാക്കുകളെ തടഞ്ഞുകൊണ്ട് അവരുടെ ശത്രുവിന്റെ നേരെ പ്രഹരമേൽപ്പിക്കുവാനുള്ള കുട്ടികളുടെ കഴിവാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്നാപ്പുകളാണ് കുട്ടികൾ ഇപ്പോൾ ചെയ്യുന്നത്. ഇതെല്ലാം കരാട്ടയുടെ ബേസിക്
വെച്ചു കൊടുക്കുന്നതാണ്. അതാണ് ഇപ്പോൾ കുട്ടികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കരാട്ടയുടെ ബേസിക് കിക്കുകൾ മാത്രമാണ്. ബ്ലോക്കുകളാണ്. റിവേഴ്സ് ചോപ്പ് എന്ന് പറയും. വളരെ വേഗം ശത്രുവിന്റെ മുഖത്തിന് നേരെ കഴിച്ചുകെട്ടി പ്രയോഗിക്കാൻ പറ്റാവുന്ന ഒരു ആക്രമണ രീതിയാണ് റിവേഴ്സ് ബാക്ക്ഫിഷ് എന്ന് പറയുന്നത്. മുഖത്തിന് നേരെ വരുന്ന ഏതൊരു ആക്രമണവും പെട്ടെന്ന് ഒരു മനുഷ്യനെ സ്തംഭിതനാക്കുന്നതാണ്. ശത്രുവിൽ നിന്ന് വളരെ വേഗം രക്ഷപ്പെടുവാൻ ഈ അറ്റാക്കിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ദിശ മാറ്റിക്കൊണ്ട് അല്ലെ ചലനങ്ങൾ മാറ്റിക്കൊണ്ട് ശത്രുവിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേഗിക് എന്ന് പറയുന്നതിന് രണ്ട് കൈകളും വളരെ വേഗത്തിൽ ഒരേപോലെ പ്രയോഗിക്കുവാൻ കഴിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. ഒരു ത്രസ്റ്റാണ്. വളരെ ശക്തമായി ത്രസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എതിരാളി വളരെ ഉറച്ചു നിന്ന് നമ്മൾ ചെയ്യുമ്പോൾ എതിരാളി ദൂരത്തേക്ക് തെറിച്ചു പോകുന്നു. കിക്ക് എന്ന് പറയും. കരാട്ടയിലെ ബേസിക് കിക്കുകളിൽ പെട്ടതാണിതും. ബേസിക് കിക്കുകളിലെ ചെറിയ മൂവ്മെന്റ്സുകളാണ് ഇപ്പോൾ കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട് കിക്കാണ് ചെയ്യാൻ പോകുന്നത്. കുട്ടികളുടെ രണ്ട് കാലും വളരെ വേഗത്തിൽ ചലിപ്പിക്കുവാനുള്ള ഒരു കഴിവാണ്. പെട്ടെന്ന് ദിശ മാറുവാനും വളരെ വേഗത്തിൽ കിക്ക് ചെയ്യാനും മുന്നോട്ട് പുറകാനും പോകാനുള്ള കഴിവിനെയാണ് ഇത് കാണിക്കുന്നത്.
ബേസിക് ഈക്വൽ മൂവ്മെന്റ്സുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്ക് ഫിസ്റ്റ് ആണ് കുട്ടികൾ ഇനി ചെയ്യുന്നത്. എൽബോ